ഇനിയിപ്പോൾ ഇൻസ്റ്റ തുറന്ന് നോക്കിയാൽ ഫുള്ള് ഇഫ്താർ സ്പെഷ്യൽ ആയിരിക്കും അല്ലേ. നമുക്കിന്നൊരു അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ കണ്ടാലോ. ബദാം എടുത്തിട്ട് ചുടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതാ 1 ലിറ്റർ പാൽ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ബദാം ആയ ശേഷം ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി തരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരച്ച ശേഷം തിളച്ച പാലിലോട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറായിരിക്കും ഈ ഒരു സംഭവം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, നിങ്ങൾക്ക് എത്ര പഞ്ചസാര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഞാനിവിടെ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് പാലിൽ കലക്കിയിട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓവർ കുറുക്കം വേണ്ട, കാരണം നമുക്കിത് കുടിക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇഫ്താറിനും അല്ലാത്ത സമയത്ത് ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ കുറുകിയ ശേഷം നമുക്കിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചെറുതായിട്ട് ചൂടാറിയ ശേഷം വാനില എസൻസ് 1 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിയാ സീഡാണ് കേട്ടോ, കസ്കസും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിലോട്ട് ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇത്രയിൽ നിർത്തുന്നത്, കാരണം നല്ല ടേസ്റ്റാണ്. ഇത് തന്നെ ധാരാളം മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ ഇഫ്താർ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.